മുൻവർഷ ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനം തീർച്ചയായിട്ടും പരീക്ഷകളിൽ നമ്മളെ വളരെയധികം സഹായിക്കും. എന്നാൽ ബേസിക് അറിഞ്ഞുകൊണ്ടുള്ള പഠനം നമ്മളെ സഹായിക്കുക വ്യത്യസ്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ്. ഈ 2019 നടന്ന പല PSC പരീക്ഷകളും നമുക്ക് നൽകുന്ന സൂചന ഇനിയുള്ള പരീക്ഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് നേരിടണമെങ്കിൽ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന വശങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു കോഴ്സാണ് ഈ 68 ക്ലാസ്സുകൾ അടങ്ങുന്ന ഈ ഓൺലൈൻ വീഡിയോ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് 3 തരത്തിലാണ്. 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 മാസത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ്. ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓൺലൈൻ വീഡിയോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമസ്കാരം, രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പതിവ് പോലെ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് കറന്റ് ഈസ് ദ ആന്റോണിം ഓഫ്. കറന്റ് എന്ന് പറയുന്ന വാക്ക് എന്തിന്റെ ആന്റോണിമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അത് ഓപ്പോസിറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾഡ്, ഒബ്സലേറ്റ്, പ്രസന്റ്, പ്രൈവറ്റ്. കറണ്ട് എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമ്മൾ കറണ്ടിന് 2-3 അർത്ഥങ്ങളുണ്ട്. കറണ്ട് മീൻസ് പ്രവാഹം എന്നൊരു അർത്ഥമുണ്ട്. എന്നാൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോഴോ നിലവിലുള്ള കാര്യങ്ങൾ, ദാറ്റ് മീൻസ് പ്രസന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രസന്റ് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ നിലവിലുള്ളത്. അപ്പൊ നിലവിലില്ലാത്തത്, ദാറ്റ് മീൻസ് കാലഹരണപ്പെട്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആന്റോണിയമായിട്ട് വരുമ്പോൾ കറണ്ട് ഇപ്പോൾ നിലവിലുള്ളത്, അതിന്റെ ആന്റോണിയം ഓപ്പോസിറ്റ് വരുമ്പോൾ ഇപ്പോൾ നിലവിലില്ലാത്തത്, ദാറ്റ് മീൻസ് കാലഹരണപ്പെട്ടത്. അപ്പൊ ഈ തന്നിരിക്കുന്ന വാക്കിൽ കാലഹരണപ്പെട്ടത് എന്ന് വാക്ക് വരുന്ന ഏതാണെന്ന് നോക്കാം ഏതാണ്? ഒബ്സലേറ്റ് ആണ്. ഒബ്സലേറ്റ്. ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഒബ്സലേറ്റ് മീൻസ് എന്താണ്? കാലഹരണപ്പെട്ടത് എന്നാണ്. ഇവിടെ കറണ്ട് ആൻഡ് ഓപ്പോസിറ്റ് ഒബ്സലേറ്റ്. അടുത്ത ചോദ്യം, എ പേഴ്സൺ ഹു റൂൾസ് വിത്തൗട്ട് കൗണ്ടിങ് ദ ഒപ്പീനിയൻ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ ഭരിക്കുന്ന ആളിനെ നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് ഏകാധിപതി എന്ന് മലയാളത്തിൽ പറയാം. അപ്പം ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ഡെമോക്രാറ്റ്, ഫനാറ്റിക്, ഓട്ടോക്രാറ്റ്, ബ്യൂറോക്രാറ്റ്. അപ്പൊ ഏതായിരിക്കും? ഓട്ടോക്രാറ്റ് ആണ്. ഡെമോക്രാറ്റ് എന്ന് വെച്ചാൽ ജനാധിപത്യ ബോധമുള്ള അർത്ഥത്തിലെ ഡെമോക്രാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഓട്ടോക്രാറ്റ്. ദാറ്റ് മീൻസ് ഏകാധിപത്യ സ്വഭാവമുള്ള ആണ് ഓട്ടോക്രാറ്റ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മംസ് ഡാഷ് എ കണ്ടേജിയസ് ഡിസീസ് എന്നാണ് ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: വാസ്, ഈസ്, ആർ, ഹാസ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മംസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു രോഗത്തിന്റെ പേരാണ്. അത് സിംഗുലർ ആണ്. ഇവിടെ എസ് കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെ പ്ലൂറലായിട്ട് ധരിക്കാൻ പാടില്ല. ഇത് മംസ് എന്ന് പറയുന്ന ഈ സംഭവം അത് ഒറ്റ വാക്കാണ്, അത് സിംഗുലർ വേർഡാണ്. അപ്പൊ നമുക്ക് ഈ സിംഗുലർ ആയിട്ടുള്ള വെർബാണ് വരേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് സിംഗുലർ ആയിട്ടുള്ള ഏതൊക്കെയാ? വാസ് ഉണ്ട്, ഈസ് ഉണ്ട്, ഹാസ് ഉണ്ട്. ഈ പറയുന്ന സംഭവം എന്താ? ഒരു ജനറൽ ട്രൂത്ത് ആണ്, ഒരു ഫാക്റ്റ് ആണ്. അതെപ്പോഴും നമ്മൾ പ്രസന്റ് ടെൻസിലേ പറയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് വാസിനെ അവോയ്ഡ് ചെയ്യാം. കാരണം വാസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇനി നമ്മുടെ കയ്യിൽ പ്രസന്റ് ടെൻസ് ആയിട്ടുള്ളത് ഈസും ഹാസുമാണ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മംസ് ഡാഷ് എ കണ്ടേജിയസ് ഡിസീസ്. മംസ് ഒരു പകർച്ചവ്യാധി ആണെന്നാണ് ഉദ്ദേശിക്കുക. അപ്പൊ ആണ് എന്നൊരർത്ഥം വേണം. ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നർത്ഥം വരുന്ന വെർബാണ് ഇവിടെ വരേണ്ടത്. അങ്ങനെ അർത്ഥം വരുന്ന ഇതിനാണ് ഈസ് എന്ന് പറയുന്ന ഈ പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ബി എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് ഈസ് ആണ്. അപ്പൊ മംസ് ഈസ് എ കണ്ടേജിയസ് ഡിസീസ് എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ വേർഡ് സസ്പെൻഡ് ക്യാൻ ബി കംപ്ലീറ്റഡ് വിത്ത് ദ സഫിക്സ്. സസ്പെൻഡ് എന്ന് പറയുന്ന ഈ വാക്കിനെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഏത് സഫിക്സ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നാണ്. അപ്പൊ സസ്പെൻഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ സസ്പെൻഷൻ എന്ന് വരണമെങ്കിൽ അത് ഏത് വരണം? അത് TION വരണമോ, അതോ SION വരണമോ, അതോ CION വരണമോ, അതോ SEN വരണമോ? നമുക്കറിയാം ഇത് രണ്ടും തെറ്റാണ്. നമുക്കറിയാം. നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് TION ആണോ അതോ SION എന്നാണോ? അതാണ് നമ്മുടെ കൺഫ്യൂഷനായി വരിക പലർക്കും.
അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ സസ്പെൻഷൻ എന്നുള്ള ശരിയായ സ്പെല്ലിംഗ് ഇങ്ങനെയാണ്, SUSPNSION എന്നാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്, SION. But the word suspension the word suspend can be completed with the suffix ഷൻ, അതായത് സസ്പെൻഷൻ എന്ന് പറയാൻ വേണ്ടി. മക്കളെ സഫിക്സ് എന്ന് വെച്ചാൽ എന്താ, ഒരു വാക്കിന് ശേഷം നമ്മൾ എഴുതി ചേർക്കുന്ന പദ സമൂഹങ്ങളാണ്, മീൻസ് അക്ഷരത്തിന്റെ കൂട്ടത്തെ നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ തൊട്ട് മുമ്പ് വരുന്നത് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഐ മെറ്റ് ഡാഷ് യൂറോപ്യൻ അറ്റ് ദ ബീച്ച്. അപ്പൊ ഇത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ യൂറോപ്യൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഏത് ആർട്ടിക്കിൾ എഴുതും എന്നുള്ളതാണ്. ഇവിടെ ഒരിക്കലും ദ വരത്തില്ല. കാരണം എന്താ, ഇത് ഈ പറയുന്ന ആൾ ഡെഫിനറ്റ് അല്ല. ദാറ്റ് മീൻസ് നമ്മൾ ഇയാളെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടില്ല, നമ്മൾ ആദ്യമായിട്ട് പറയുകയാണ് ഞാനൊരു യൂറോപ്യനെ കണ്ടു എന്ന്. അപ്പോൾ ഒരു യൂറോപ്യൻ പറഞ്ഞെങ്കിൽ ഒരു എന്ന അർത്ഥത്തിൽ എയും ആനുമാണ് നമുക്ക് വേണ്ടുന്നത്. നമ്മൾ പലപ്പോഴും അക്ഷരം നോക്കി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തെറ്റും. കാരണം ഇവിടെ ഈ വന്നപ്പോൾ അത് വവലാണ്, അപ്പോൾ അത് നമ്മൾ ആൻ എടുത്ത് എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ അക്ഷരങ്ങളെ നോക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അവിടുത്തെ ഉച്ചാരണമാണ് നോക്കേണ്ടത്. തുടക്കത്തില് നമ്മൾ യൂറോപ്യൻ എന്നല്ല പറയുന്നത്, നമ്മളങ്ങനെ യൂറോപ്യൻ എന്ന് പറയുന്നത്, അത് യായിലാണ് നമ്മൾ തുടങ്ങുന്നത്. യു എന്നും പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്, ഒരു വ്യഞ്ജന ശബ്ദമാണ്, അല്ലെങ്കിൽ കൺസണന്റ് ശബ്ദമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ ധൈര്യമായിട്ട് നമുക്ക് എന്തെഴുതാം, എ എഴുതാം. എന്തെഴുതാം, എ. അപ്പം ഐ മെറ്റ് എ യൂറോപ്യൻ എന്നുള്ളതാണ് കറക്റ്റ് വരിക. അപ്പൊ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ, ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം ഇഫ് ക്ലോസ് പൊതുവെ 4 തരമാണുള്ളത്. ഒന്ന് ഇഫ് ക്ലോസ് ഇൻ സീറോ കണ്ടീഷൻ, ദാറ്റ് മീൻസ് അതിനകത്ത് കണ്ടീഷൻ എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പൊ 2 ഭാഗത്തും സിമ്പിൾ പ്രസന്റ് തന്നെ വരണം. ഇനി അടുത്ത ഇഫ് ക്ലോസ് ഇൻ സിമ്പിൾ പ്രസന്റ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തുടർന്ന് 2 ഭാഗത്ത് വിൽ അല്ലെങ്കിൽ ഷാൾ അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ എന്ന് പറഞ്ഞുകൊണ്ട് വരണം. ഇനി ഇഫ് ക്ലോസ് ഇൻ സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ തുടർന്ന് 2 ഭാഗത്ത് നമ്മൾ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 എന്ന രീതിയിൽ വരണം. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന എന്താ, ഹാഡ്, വാണ്ട് എന്ന. അപ്പൊ അത് ധരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് എന്ന രീതിയിൽ വരണം. അപ്പൊ അങ്ങനെ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആയ സ്ഥിതിക്ക് ഇനി വരേണ്ടത് വുഡ് ഹാവ്, ഷുഡ് ഹാവ് എന്നുള്ള രീതിയില്ല. അത് വുഡിൻറ്റ് ഹാവ് എന്നോ ഷുഡിൻറ്റ് ഹാവ് എന്നോ വരാം, നെഗറ്റീവ് ചേർത്തും വരാം. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഡിഡിൻറ്റ് ഹാവ് വരത്തില്ല, വിൽ ബി വരത്തില്ല, ഷാൾ ഹാവ് വരത്തില്ല. നമുക്ക് വുഡ് ഹാവ് അല്ലെങ്കിൽ വുഡിൻറ്റ് ഹാവ് അല്ലെങ്കിൽ കുഡിൻറ്റ് ഹാവ് എന്നൊക്കെ വരാവും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ഇഫ് യു ഹാഡ് വാണ്ട് ഹിം ഹി വുഡിൻറ്റ് ഹാവ് ടേക്കൺ ദ മോട്ടോർ ബൈക്ക് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് ഇല്ലെജിറ്റിമേറ്റ് മീൻസ്? ഇല്ലെജിറ്റിമേറ്റ് എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അൺനാച്ചുറൽ എന്നാണോ, ഇല്ലീഗൽ എന്നാണോ, ഇമ്പോർട്ടൻ്റ് എന്നാണോ, അതോ ഇറഗുലർ എന്നാണോ? മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലെജിറ്റിമേറ്റ് എന്ന് വെച്ചാൽ എന്താ, നിയമപരമായ അർത്ഥമല്ല. ഇല്ലെജിറ്റിമേറ്റ് എന്ന് വെച്ചാൽ എന്താ, അനധികൃതമായിട്ടുള്ള എന്ന് വെച്ചാൽ നിയമവിരുദ്ധമായിട്ടുള്ള. അപ്പൊ ആ ഒരർത്ഥം വരുന്ന ഏതാണ്, ഇല്ലീഗൽ എന്ന് പറയുന്ന വാക്കിനാണ്. എന്താണ് ഇല്ലീഗൽ? അപ്പൊ ഇല്ലെജിറ്റിമേറ്റ് മീൻസ് ഇല്ലീഗൽ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അടുത്തത് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഡാഷ് ഫ്രം യു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലുക്കിംഗ് ഫോർവേഡ് ടു എന്ന് പറയുന്നൊരു ഫ്രേസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം 2 വാക്കുണ്ടായതുകൊണ്ട്. അപ്പൊ അങ്ങനെ ലുക്കിംഗ് ഫോർവേഡ് ടു എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലുക്ക് ഫോർവേഡ് ടു എന്നോ അല്ലെങ്കിൽ ലുക്കിംഗ് ഫോർവേഡ് ടു എന്നോ വന്നു കഴിഞ്ഞാൽ നമ്മൾ തുടർന്ന് വരേണ്ട ഭാഗം വെർബ് പ്ലസ് ing എന്ന രീതിയിലായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിരിക്കും ഹിയറിംഗ് ആയിരിക്കും. എന്തായിരിക്കും? ഹിയറിംഗ്. വരും ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ബൈ ദ ടൈം ദ ഡോക്ടർ കെയിം ദ പേഷ്യന്റ് ഡാഷ്. സോറി, അതെ, ഇവിടെ ഡാഷ് ഉണ്ട്, അവിടെ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പൊ ബൈ ദ ടൈം ദ ഡോക്ടർ കെയിം ദ പേഷ്യന്റ് ഡാഷ്, ദാറ്റ് മീൻസ് ഡോക്ടർ വന്നപ്പോഴത്തേക്കും പേഷ്യന്റ് മരിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 2 ക്രിയകളെ കുറിച്ച് പറയണം. ആ 2 ക്രിയകളും കഴിഞ്ഞ കാലത്തിൽ നടന്നതാണ്. അതിന് കാലതാമസമുണ്ട്. അങ്ങനെ 2 കഴിഞ്ഞകാല ക്രിയകൾ പറയുമ്പോൾ കാലതാമസമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നടന്ന ക്രിയ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് ക്രിയ നമ്മൾ സിമ്പിൾ പാസ്റ്റിലും ഉപയോഗിക്കണം. ഇവിടെ നോക്കും കേം എന്ന് പറയുന്ന സംഭവം അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഡോക്ടർ വന്നു എന്നുള്ളത് രണ്ടാമത് നടന്ന കാര്യമാണ്. അതിനു മുമ്പേ ആര് മരിച്ചു? പേഷ്യന്റ് മരിച്ചു. അത് നമ്മുടെ ഏത് ടെൻസിലേ പറയാവൂ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേ പറയാവൂ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ടോ നോക്കുക. ഉണ്ട്. ഏത്? ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് ഹാഡ്
died എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം by the time the doctor came the patient had died എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. The passive form of I bought a new house last month is. നമുക്ക് തന്നിരിക്കുന്ന ഈ സെന്റൻസിന്റെ പാസീവ് ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ആക്റ്റീവ് വോയിസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ ഈ ഐ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റും a house a new house എന്നുള്ളത് എന്താണ്? ഒബ്ജക്റ്റുമാണ്. ഓക്കെ, ബോട്ട് എന്ന് പറയുന്ന ഇവിടുത്തെ വെർബുമാണ്. ബാക്കി ലാസ്റ്റ് മന്ത് എന്നുള്ളത് ബാലൻസുമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് പാസീവ് വോയിസിലേക്ക് ആക്കണം. അപ്പം നമുക്ക് ആക്റ്റീവ് വോയിസ് ആണെന്ന് മനസ്സിലായി. അപ്പം പാസീവ് വോയിസിന്റെ പ്രത്യേകത എന്താണ്? ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഒബ്ജക്റ്റിനെ നമ്മൾ ആദ്യം എഴുതണം. ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എ ന്യൂ ഹൗസ് എന്നുള്ളതാണ്. അപ്പൊ എ ന്യൂ ഹൗസ് എന്നുള്ളത് നമ്മൾ അങ്ങനെ ആദ്യം വന്നിരിക്കുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഇവിടെ ബിയും സിയും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. എ ന്യൂ ഹൗസ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ വെർബ് എഴുതണം. ഇവിടുത്തെ വെർബ് ബോട്ടാണ്, പക്ഷെ അത് അതുപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് വോയിസ് ആയി മാറും. നമുക്ക് ഈ വെർബിനെ പാസീവ് വോയിസിലേക്ക് കൊണ്ടുവരണം. വെർബിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ ആയിരിക്കണം? ബി ഫോംസ് പ്ലസ് V3 എന്ന് വരണം. അങ്ങനെയാണ് ബിയുടെ രൂപങ്ങൾ പ്ലസ് V3 എന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ബി ഫോംസ് ആണ്. ബി ഫോംസ് എന്ന് വെച്ചാൽ ബിയുടെ അവിടുത്തെ ടെൻസിനനുസരിച്ച് നമുക്ക് ബിക്ക് പല രൂപങ്ങളുണ്ട്. ബിയുടെ പ്രസന്റ് ഫോം എന്ന് പറയുമ്പോൾ ഈസ്, ആം, ആർ. ബിയുടെ പാസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ വാസ്, വേർ. ബിയുടെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോം എന്ന് പറയുമ്പോൾ ഹാഡ് ബീൻ. അതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് ഫോം എന്ന് പറയുമ്പോൾ ഹാസ് ബീൻ, ഹാവ് ബീൻ. ദെൻ ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുമ്പോൾ ബീൻ. ബിയുടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുമ്പോൾ ബി. അങ്ങനെ ആ തരത്തിലുണ്ട്. ബിക്ക് പല പല ടെൻസിലും പല രീതിയിലും രൂപങ്ങളുണ്ട്. നമുക്കിവിടെ നോക്കാം, ഇവിടെ തന്നിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. പാസ്റ്റ് ആണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ ടെൻസ് പാസ്റ്റ് ആണ് ഈ സെന്റൻസിന്. സോറി, ഈ ടെൻസ് ഈ ക്വസ്റ്റനിൽ ഐ ബോട്ട് എ ന്യൂ ഹൗസ് ലാസ്റ്റ് മന്ത് എന്ന് പറയുന്ന അതിനകത്തെ വെർബ് സിമ്പിൾ പാസ്റ്റ് ആണ്, അല്ലെങ്കിൽ പാസ്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ബിയുടെ പാസ്റ്റ് ടെൻസ് രൂപങ്ങളാണ് ഇവിടെ വരേണ്ടത്. ബിയുടെ പാസ്റ്റ് ടെൻസ് രൂപങ്ങൾ എന്ന് പറയുന്നത് വാസ് അല്ലെങ്കിൽ വേർ ആണ്. വാസ് അല്ലെങ്കിൽ വേർ ആണ് ബിയുടെ പാസ്റ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നമുക്ക് എഴുതണം. ഇവിടെ നോക്കുമ്പോൾ എ ന്യൂ ഹൗസ് ആണ്. എ ന്യൂ ഹൗസ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വാസേ എഴുതാവും. അങ്ങനെ എ ന്യൂ ഹൗസ് വാസ് എന്ന് വന്നിരിക്കുന്ന നോക്കുമ്പോൾ ഈ രണ്ടിടത്തും എ ന്യൂ ഹൗസ് വാസ് എന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടത്? V3 ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് ഇവിടെ കണ്ടിന്യൂസ് ഫോം ആയിരുന്നെങ്കിൽ, ഇവിടുത്തെ വെർബിൽ കണ്ടിന്യൂസ് ഫോം ആയിരുന്നെങ്കിൽ നമുക്ക് ബീയിങ് ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ കണ്ടിന്യൂസ് ഫോം അല്ല, ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല. അതുകൊണ്ട് നമുക്ക് ബീയിങ് വേണ്ട. ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. അതുകൊണ്ട് ഇനി നമുക്ക് ബിയുടെ V3 ഫോം, സോറി, വെർബിന്റെ V3 ഫോം ആണ് വരേണ്ടത്. ബോട്ട് എന്ന് പറയുന്ന വെർബിന്റെ യഥാർത്ഥ രൂപം ബൈ ആണ്. ബൈയുടെ V3 എന്ത് തന്നെയാണ്? ബോട്ടാണ്. അപ്പോൾ നമുക്ക് ബോട്ടാണ് ഇവിടെ വരേണ്ടത്. അത് വന്നപ്പോൾ ഇവിടെ ബി വന്നത് ഇത് ശരിയാവത്തില്ല. ഇവിടെ താഴെ ബോട്ട് എന്നുണ്ട്. അപ്പം ഇത്രയും വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ആൻസർ ആണ്, ഈ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. അപ്പൊ എ ന്യൂ ഹൗസ് വാസ് ബോട്ട് ബൈ മീ. ബൈ പ്ലസ് സബ്ജക്റ്റ് വരണം, പിന്നെ ബാലൻസ് ലാസ്റ്റ് മന്ത്. അപ്പൊ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പം നിങ്ങൾ വരും എ ന്യൂ ഹൗസ് വാസ് ബോട്ട് ബൈ മീ ലാസ്റ്റ് മന്ത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പം ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. As they could not dash each other, the couples got divorced. അതായത് കപ്പിൾസ് ഡൈവേഴ്സ് ആയെന്നാണ് പറയുന്നത്. കാരണം അതിന്റെ കാരണമാണ് ആദ്യം പറഞ്ഞത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ട് കപ്പിൾസ് ഡൈവേഴ്സ് ആയെന്നാണ് പറയുന്നത്. അപ്പൊ പൊരുത്തപ്പെടുക എന്നുള്ളത് ഇംഗ്ലീഷ് എന്താണ്? അതിന്റെ ഫ്രേസൽ വെർബ് എന്താണ്? പുട്ടപ്പ് വിത്ത് ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് പുട്ടപ്പ് വിത്ത് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ വരും As they could not put up with each other, the couples got divorced എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.